ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രതികൾ എന്നുള്ള നിലയിലാണ് ഞങ്ങൾ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 51ാമത് ഇന്റർ ഡിസ്ട്രിക്ട് ഫുട്ബോൾ ടൂർണമെന്റ് ജൂനിയർ ബോയ്സ് അത് തൃശ്ശൂരിൽ വെച്ച് നടത്താനാണ് കേരള ഫുട്ബോൾ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഈ ആഗസ്റ്റ് മാസം 4 മുതൽ 9 വരെയാണ് നടക്കുന്നത്. 14 ജില്ലകളിലെയും ജൂനിയർ ടീം പങ്കെടുക്കുകയാണ്. വലിയ ടൂർണമെൻ്റാണ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് തൃശ്ശൂർ ടൗണ് ഇങ്ങനൊരു ജില്ലാ സംസ്ഥാന ടൂർണമെൻറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത്. അത് ഏറ്റവും നല്ല നിലയിൽ നടത്താൻ ആവശ്യമായ രീതിയിലുള്ള സംഘാടക സമിതി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 4-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ആദ്യത്തെ മത്സരം നടക്കും. അതിൻ്റെ ഉദ്ഘാടന മത്സരം നടക്കും. ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട തൃശ്ശൂർ കോർപ്പറേഷൻ മേയറാണ് ജി ജസ്റ്റിൻ. മറ്റു ബന്ധപ്പെട്ട മുഖ്യ അതിഥികളും അതിൽ പറയുന്നത് പോലെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഫിക്സർ നിങ്ങൾക്ക് ടീം വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാ സഹായവും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. ഈ ടീമിൽ നിന്നാണ് കേരള ജൂനിയർ ടീം തിരഞ്ഞെടുക്കുക. ആഗസ്റ്റ് മാസത്തിൽ അവസാനം സെപ്റ്റംബർ ആദ്യമായിട്ട് ഇന്റർ സ്റ്റേറ്റ് മത്സരം, ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾ പങ്കെടുക്കുന്ന സ്റ്റേറ്റ് മത്സരം നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കേരള ടീമിനെ തിരഞ്ഞെടുക്കുന്നത് ഈ മത്സരത്തിനായിരിക്കും. അപ്പോൾ അതിൻ്റെ ക്യാമ്പും നടക്കുക തൃശ്ശൂരാണ്. ആ നിലയിലാണ് ഈ ടൂർണമെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻറ്റാണ്. അത് ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ സ്പോർട്സ് കൗൺസിലിൻ്റെ എല്ലാം നേതൃത്വത്തിൽ ഒരു സംഘാടക സമിതി ഉണ്ടാക്കി പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണ്. ഇതാണ് പറയാനുള്ളത്. പേര് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതെ, അവരെല്ലാം അതിലുള്ളവർ തന്നെ. അത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചിട്ടില്ല. വേറും കൽക്കട്ടയിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. അവിടെ ആയിരിക്കും ക്യാമ്പ്. ഡോക്ടർ BC റോയ് ട്രോഫി എന്നാണ് അതിന്റെ പേര് വരുന്നത്. ഫേമസ് ആയിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പാണ് സ്റ്റേറ്റ് ലെവലിലുള്ളത്.